കൃഷ്ണന്റെ ബാല്യകാല സുഹൃത്തായിരുന്നു സുദാമ. എന്നാൽ കൃഷ്ണൻ ദ്വാരകയിലെ രാജാവായപ്പോഴും സുദാമ ഒരു ദരിദ്ര ബ്രാഹ്മണനായി തുടർന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ നിർബന്ധിച്ചു, കൃഷ്ണന്റെ അടുക്കൽ പോയി സഹായം ചോദിക്കൂ. സുദാമൻ മടിച്ചു നിന്നു, പക്ഷെ സമ്മതിച്ചു. സമ്മാനമായി ഒരു ചെറിയ ബാഗ് പൊതിയുന്ന അരി അദ്ദേഹം എടുത്തു. അദ്ദേഹത്തിന് താങ്ങാനാവുന്ന ഒരേ ഒരു കാര്യം. കൃഷ്ണന്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ കൃഷ്ണൻ നഗ്നപാതനായി ഓടി അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തു. സുദാമയുടെ കാലുകൾ കഴുകി രാജസിംഹാസനത്തിലിരുത്തി. സുദാമ ലജ്ജിച്ചു. തൻ്റെ ചെറിയ സമ്മാനം നൽകാൻ മടിച്ചു. എന്നാൽ കൃഷ്ണൻ ബാഗ് തട്ടിയെടുത്ത് സന്തോഷത്തോടെ അരി കഴിച്ചു. ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും രുചികരമായ ഭക്ഷണമാണെന്ന് പറഞ്ഞു. കൃഷ്ണന്റെ സ്നേഹത്തിൽ മതിമറന്ന സുദാമ സഹായം ചോദിക്കാൻ മറന്നു. വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ തൻ്റെ പാവപ്പെട്ട കുടിൽ ഒരു സ്വർണ്ണ കൊട്ടാരമായി മാറിയതും ആവശ്യമായതെല്ലാം ലഭിച്ചതുമായും അദ്ദേഹം കണ്ടെത്തി. യഥാർത്ഥ സൗഹൃദങ്ങൾക്ക് വാക്കുകൾ ആവശ്യമില്ലെന്ന് തെളിയിച്ചുകൊണ്ട് കൃഷ്ണൻ അവനെ നിശബ്ദമായി അനുഗ്രഹിച്ചു.